എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ക്രിപ്റ്റോ സ്കാം ഈസ് എ ഡർട്ടി ബിസിനസ്. കുറച്ച് നേരം മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറിയൊരു ഡിസ്കഷൻ നടക്കുന്നത് കണ്ടു. എന്താണ് ആ ഡിസ്കഷന് വഴി വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടാണ്. ഇതിനകത്ത് പറയുന്ന ഈ ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന ടോക്കൺ സ്കാം ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടോക്കണിനെ പറ്റിയിട്ട്, ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോക്കണിനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊരു സ്കാം ആണോ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് റിസോഴ്സുകളെല്ലാം തന്നെ ഞാൻ തപ്പാനായിട്ട് തുടങ്ങി. ഏറ്റവും ആദ്യം ഞാൻ പോയത് യൂട്യൂബിലേക്കാണ്. യൂട്യൂബിൽ പോയപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ ഒരുപാട് പേര് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 100x ഒക്കെ റിട്ടേൺ തരാൻ ചാൻസ് ഉള്ള കോയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സൊളാന കില്ലർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് എടുക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് സംശയം, ഇത് ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണോ? ഇത്രയധികം ആളുകൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണോ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി സ്കാം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് സ്കാം ആണ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. വലിയ റോക്കറ്റ് സയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് റഗ് പുൾ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു വാക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങളൊരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ കുറച്ച് ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആ ടോക്കണിൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ടും കൊണ്ട് മുങ്ങുന്ന പരിപാടിനെ പറയുന്ന പേരാണ് റഗ് പുൾ എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് സ്കാം ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിറ്റ്ഗെറ്റിൻ്റെ ഒരു ചരിത്രം ചെറുതായിട്ടൊന്ന് നമുക്ക് പരിശോധിക്കാം. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് ആദ്യം ബിട്രൈസ് എന്ന് പറയുന്ന പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. 2021 നവംബർ സമയത്തൊക്കെ ചെറിയൊരു പ്രോബ്ലം അതിനകത്തുണ്ടായി. അതായത് ടോപ്പ് വാലറ്റുകൾക്കൊന്നും തന്നെ അവരുടെ ടോക്കൺസ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വന്നു. അതായത് ഏറ്റവും കൂടുതൽ ഫണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതൊന്നും തന്നെ എടുക്കാനായിട്ട്, പിൻവലിക്കാനായിട്ട്, ആ ടോക്കൺസ് സെല്ല് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നു. ഇതിനൊരു വിശദീകരണമായിട്ട് അതിൻ്റെ ടീം കൊടുത്തിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഒരു ഹാക്ക് സംഭവിച്ചു എന്നാണ്. എന്തോ രീതിയിലുള്ള ഒരു ഹാക്കോ കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചു എന്നാണ് അവർ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത്. അന്ന് ഒരുപാട് പേരുടെ പൈസ ഈ ഒരു ബിട്രൈസ് എന്ന് പറയുന്ന ടോക്കണിൽ ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ബിട്രൈസ് എന്ന് പറയുന്ന പേരിൽ നിന്ന് ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്ന പേരിലേക്ക് അവർ റീബ്രാൻഡിങ് നടത്തുന്നത്. അപ്പോൾ ഇതാണ് ബിറ്റ്ഗെറ്റിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ശരിക്കും സ്കാം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പോകുന്നത് അതിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ ഏതൊരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റ് ആയാലും അതിൻ്റെ ഡെവലപ്പേഴ്സ് അതിന് കൃത്യമായിട്ടൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അതായത് ആ പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ബിറ്റ്ഗെറ്റിനും ഒരു വെബ്സൈറ്റ് ഉണ്ട്. bitget.com എന്നാണ് ആ വെബ്സൈറ്റിൻ്റെ പേര്. നമ്മൾ bitget.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റ് കാണാനായിട്ട് പറ്റും. ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റൊരു ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യാണ്. അവിടെ ഞാൻ പോളിഗണിൻ്റെ വെബ്സൈറ്റിലേക്ക് ഞാൻ പോവാണ്. polygon.technology എന്ന് പറയുന്ന നമ്മുടെ പോളിഗൺ മാറ്റിക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് ഞാൻ പോവാണ്. പോളിഗണിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഏതൊരു വെബ്സൈറ്റ് ആയാലും ക്രിപ്റ്റോ കറൻസി തന്നെ വേണമെന്നില്ല, ഏതൊരു വെബ്സൈറ്റ് ആയാലും അവർ ഏറ്റവും ടോപ്പിൽ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും ഹെഡിങ് എന്ന് പറയുന്ന രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്താണ് ആ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പോളിഗണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, പോളിഗൺ എന്ന് പറയുന്നത് ഒരു എത്തേറിയത്തിൻ്റെ ഒരു ലെയർ 2 സൊല്യൂഷനാണ്. എത്തേറിയൻ നെറ്റ്വർക്കിലുള്ള ഒരു പ്രൊജക്റ്റാണ് പോളിഗൺ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിങ്ങിങ് ദ വേൾഡ് ടു എത്തേറിയം എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ് അവർ പോളിഗൺ അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ബിറ്റ്ഗെറ്റിലേക്ക് വരികയാണെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബിൽറ്റ് വിത്ത് ബിറ്റ്ഗെറ്റ് ചെയിൻ ഫാസ്റ്റസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ഫീ സെക്യൂർ ആൻഡ് സ്കെയിലബിൾ ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം. ഈ കാര്യങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ സെക്യൂർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു, നവംബറിൽ ഉണ്ടായിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ സെക്യൂർ ആണോ എന്നുള്ളത് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ലോവസ്റ്റ് ഫീ, അതുപോലെ തന്നെ ബിൽഡ് വിത്ത് ബിറ്റ്ഗെറ്റ് ചെയിൻ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ സത്യമാണോ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് മുൻപേ തന്നെ ഇവരിവിടെ പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് സത്യമാണോ നമുക്ക് നോക്കണം. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വീണ്ടും പോവാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ പോയിട്ട് ഞാനിപ്പോൾ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം നോക്കുകയാണെങ്കിൽ സൊളാന ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കാണ് നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ സൊളാന എന്ന് സെർച്ച് ചെയ്യാണ്. സൊളാന എന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരും. അവിടെ ക്രിപ്റ്റോ കറൻസീസ് കോയിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ സൊളാന നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്.
ഞാൻ മറ്റൊരു പോൾക്ക ഡോട്ട് ഞാൻ സെർച്ച് ചെയ്യാണ്. പോൾക്ക ഡോട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് ഞാൻ സെർച്ച് ചെയ്യാണ്. പോൾക്ക ഡോട്ട് നമുക്കറിയാം ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കാണ്. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ കറൻസീസ് കോയിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പോൾക്ക ഡോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ടോക്കൺസും കോയിൻസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ അറിയാനായിട്ട് സാധിക്കും. ഞാനിവിടെ ബിറ്റ്ഗെറ്റ് എന്ന് സെർച്ച് ചെയ്യാണ്. ബിറ്റ്ഗെറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതൊരു ടോക്കൺ ആണ്. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് അല്ല, ഒരു ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം അല്ല, അതൊരു ടോക്കൺ മാത്രമാണ്. നമുക്കറിയാം ടോക്കൺസ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ERC20 ടോക്കൺസ് ആയാലും BEP20 ടോക്കൺസ് ആയാലും നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ള പ്രോഗ്രാംസ് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ക്രിപ്റ്റോ കറൻസി ടോക്കൺസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ പറ്റിയിട്ട് ഓൾറെഡി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാത്രമല്ല ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും ബൈനാൻസ് സ്മാർട്ട് ചെയിനകത്തുള്ള ഒരു ടോക്കണാണ് ഈ ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് അല്ല, ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം അല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സിലേക്ക് പോകാം. കോൺട്രാക്ട് അഡ്രസ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ BSC സ്കാനിലായിരിക്കും എത്തുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ കാണാനായിട്ട് പറ്റും. ഇത് എത്രയാണ് വായിക്കുക എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. ഹോൾഡേഴ്സിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 57% ടോക്കൺസ്, അതായത് ഇത്ര എണ്ണത്തിൽ, ഈ പറയുന്ന എണ്ണത്തിൽ 57% ടോക്കൺ ഒരു നൾ അഡ്രസ്സിലേക്ക്, അതായത് അവർ ബേൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ബാക്കി വരുന്ന 12% ടോക്കൺസും ഒരൊറ്റ കോൺട്രാക്ട് അഡ്രസ്സിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ കോൺട്രാക്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും bitgert.comൻ്റെ കോൺട്രാക്ട് അഡ്രസ്സാണ്. ഓക്കെ, അപ്പോൾ ഇവർ തന്നെയാണ് ബാക്കി വരുന്ന 57% ടോട്ടൽ സപ്ലൈയിൽ 57% ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 12% ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇവർ സ്കാം ആണ് എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് 2 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, നവംബറിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ്. 2 എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം എന്ന് പറയുന്ന രീതിയിലാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ സ്വയം പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ആണെന്നാണ്, പക്ഷെ അതൊരു ടോക്കൺ മാത്രമാണ്. ഇനി മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കാണാനായിട്ട് പറ്റും. നമുക്കറിയാം സെർട്ടിക് പോലുള്ള ഓഡിറ്റിംഗ് ഫേംസ് ആണ് ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റുകൾ ഓഡിറ്റിംഗ് നടത്തുന്നത്. അതായത് അത് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് അതിനൊരു സ്കോർ കൊടുക്കുന്നത് സെർട്ടിക് പോലുള്ള ക്രിപ്റ്റോ കറൻസി ഓഡിറ്റിംഗ് ഫേമാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ ഈ ഒരു സെർട്ടിക്കിനെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു കമ്പാരിസണിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിക്കിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ നോക്കാം. ഞാനിവിടെ ജസ്റ്റ് മാറ്റിക് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. മാറ്റിക് ഓഡിറ്റ്സ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. മാറ്റിക് ഓഡിറ്റ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർട്ടിക്കിൻ്റെ വെബ്സൈറ്റാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിക്കിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കാണാനായിട്ട് പറ്റും. 92 സെക്യൂരിറ്റി സ്കോർ അവർ മാറ്റിക്കിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് സെർട്ടിക് പോലുള്ള ഓഡിറ്റിംഗ് ഫേംസ് ആണ് ക്രിപ്റ്റോ കറൻസി ടോക്കൺസ് ഓഡിറ്റിംഗ് നടത്തുക. ഇനി ബിറ്റ്ഗെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബിറ്റ്ഗെറ്റിനെ ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ളത് ബിറ്റ്ഗെറ്റ് തന്നെയാണ്. ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും 98% സെക്യൂരിറ്റി സ്കോർ അവർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളൊരു എക്സാം എഴുതാൻ പോവാണ്. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുന്നത് നിങ്ങൾ തന്നെയാണ്. അതിന് മാർക്ക് ഇടുന്നതും നിങ്ങൾ തന്നെയാണ്. ഇതേ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ബിറ്റ്ഗെറ്റും ചെയ്തിട്ടുള്ളത്. അവർ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, അവരൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു, അവർ തന്നെ അതിനെ ഓഡിറ്റിംഗ് നടത്തുന്നു, അവർ തന്നെ അതിനൊരു സ്കോർ കൊടുക്കുന്നു, അവർ തന്നെ അവരുടെ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യുന്നു. ഇവിടെ ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ആൾക്കാർ ആരാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബിട്രൈസ് ടോക്കൺ ആണ്. ആ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നത് ബിറ്റ്ഗെറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുള്ള ഈ 3 കാര്യങ്ങളും പക്ക ഫേക്ക് ആണ്, പക്ക സ്കാം ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം വരുന്നത്. അതായത് ഇവരുടെ ടീം, അതായത് ഈ ഒരു പ്രൊജക്റ്റിന് പിന്നിലുള്ള ടീം. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ bitget.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയാലും ഇതിൻ്റെ ടീം ആരൊക്കെയാണ്, ഇതിൻ്റെ ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഈ ഒരു പ്രൊജക്റ്റിന് പിന്നിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കില്ല. എന്നാൽ കുറച്ച് നാളുകൾ മുൻപ് വരെ കൃത്യമായിട്ട് കുറച്ച് ആളുകളുടെ ഫോട്ടോസും കുറച്ച് പേരൊക്കെ കൊടുത്തുകൊണ്ട് ഇവരാണ് ഈ ഒരു ബിറ്റ്ഗെറ്റിൻ്റെ പിന്നിലുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ ഇവർ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് അവരത് റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഫേക്കാണ്. അത്തരത്തിലുള്ള ആളുകളേ ഇല്ല. ആ പേരും ഫേക്കാണ്, ആ കൊടുത്തിട്ടുള്ള ഫേസുകളും ഫേക്കാണ്. അതെല്ലാം തന്നെ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള, ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഫേസസ് ആണെന്ന് ഒരുപാട് ആളുകൾ കണ്ടെത്തുകയും അവരത് സോഷ്യൽ മീഡിയാസ് വഴി പബ്ലിഷ് ചെയ്യാനും തുടങ്ങിയപ്പോൾ അവർ വെബ്സൈറ്റിൽ നിന്ന് ആ കാര്യങ്ങളെല്ലാം തന്നെ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് അവർ മുൻപ് കൊടുത്തിട്ടുള്ള അവരുടെ ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ പക്ക ഫേക്ക് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആളുകളെ പറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എല്ലാം ജെന്യൂനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകളെ പറ്റിക്കുക തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഏതൊരു പ്രൊജക്റ്റിനായാലും അതിനൊരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് ഉണ്ടായിരിക്കും. ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ വർഷങ്ങളിലും അവർ എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് ഡേറ്റ് ഉൾപ്പെടെ അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പോളിഗണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പോളിഗണിൻ്റെ ആ ഒരു റോഡ് മാപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. 2017 മാറ്റിക് ഫൗണ്ടഡ്, 2019 IEO ഓൺ ബൈനാൻസ്, അങ്ങനെ ഓരോ വർഷങ്ങളിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് വിത്ത് ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ബിറ്റ്ഗെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റോഡ് മാപ്പിൽ ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ എന്തൊക്കെയോ അവർ ലോഞ്ച് ഫേസ് കംപ്ലീറ്റഡ്, ഗ്രോത്ത് ഫേസ് കംപ്ലീറ്റഡ്, എക്സ്പാൻഷൻ ഫേസ് കംപ്ലീറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ എന്തൊക്കെയോ തള്ളി വിട്ടിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അവർ അതിൽ കൊടുത്തിട്ടില്ല. അതും പക്ക ഫേക്ക് ആയിട്ട് അവർ ചുമ്മാ തള്ളി വിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്, കംപ്ലീറ്റ്ലി സ്കാം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും തെളിവുകൾ വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫണ്ട് പിൻവലിച്ച് അവിടെ മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏത് സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺസ് സെല്ല് ചെയ്യാൻ പറ്റാതെ നിങ്ങളുടെ ഫണ്ട് അവിടെ കുടുങ്ങി പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. എപ്പോഴാണ് ഇവർ നിങ്ങളുടെ ഫണ്ടും കൊണ്ട് മുങ്ങുക എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റില്ല. ഓക്കെ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും മോശക്കാരാക്കി കാണിക്കാനോ ഒന്നും വേണ്ടി ചെയ്തിട്ടുള്ളതല്ല. ഇതുപോലുള്ള ഒരു ക്രിപ്റ്റോ സ്കാം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.